ഫിഷ് മേടിക്കാൻ പോകാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. ഭയങ്കര വെയിൽ. ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ലേറ്റായി. പിള്ളേരുടെ ക്ലാസ്, പിന്നെ ഫുഡ് കൊടുക്കല്. അയ്യോ, ഇപ്പം അത്ര ട്രാഫിക് കാണുന്നില്ല. എന്നിരുന്നാൽ പോലും ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തോട്ട്. നമ്മൾ ഓടി ക്രോസ് ചെയ്തു. പക്ഷെ ചാടാൻ പറ്റില്ല, കാരണം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടി വെക്കണം. അയ്യോ, കാറൊക്കെ കാണുന്നു. ചാടണ്ട ചാടണ്ട. അവിടെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചാടും, കാരണം പിന്നെ വരുന്നതെല്ലാം ബൈക്കാണ്. ഒന്ന് വേഗം പോടും. അപ്പോൾ മീൻകടയിലെത്തിട്ടോ. നല്ല മീൻ. പിന്നെ ഏത് മീനാണ് നമ്മൾ മേടിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊഞ്ച് ഓൾറെഡി ഇരിപ്പുണ്ട്. ക്രാബ് പറഞ്ഞിട്ടുണ്ട്. ക്രാബിന് എത്രയാ? നീ കഴിക്കുന്നില്ലല്ലോ. അതായി. ഞങ്ങളുടെ വീട് കാണിച്ചതാട്ടോ. ഞങ്ങളുടെ വീട് ഈ ഷാക്യ പാർലർ കാണുന്നുണ്ടോ? ആ സെയിം ബിൽഡിംഗ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് ഞാനൊന്ന് ഫ്രീ ആയപ്പോഴത്തേക്കും മീനെല്ലാം മേടിച്ച് വീട്ടിലെല്ലാം വെച്ചു. അത് കഴിഞ്ഞ് വെച്ചിട്ട് എൻ്റെ ബ്രദറിൻ്റെ ഒരു എന്താ പറയുക, സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്രിസ്തു ജയന്തി കോളേജിൽ പോയിട്ടുണ്ടായി. അപ്പോൾ ഞാനും എൻ്റെ ആൻറ്റിയും കൂടിയാണ് പോകുന്നത്. കോളേജ് കണ്ട് ഞാൻ ഫുൾ വാവ്, എന്നെ പൊളി കോളേജ്. ഞാൻ ഈ കോളേജ് ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. ഇവൻ ഇതിനു മുമ്പ് ക്രൈസ്റ്റിലായിരുന്നു പഠിച്ചിരുന്നത്. സോ ക്രൈസ്റ്റും വലിയൊരു കോളേജായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കണ്ടപ്പം. പക്ഷേ ഈ കോളേജ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഏരിയയിൽ അവർ ക്രിസ്മസിനോടനുബന്ധിച്ച് വെച്ചിട്ട് പുൽക്കൂടെല്ലാം ഉണ്ടാക്കിയതാണ്. പക്ഷേ ഉണ്ണീഷൻ അവർ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പൊതുവെ നമ്മൾ 12 o'clock കഴിയാൻ, ക്രിസ്മസിൻ്റെ 12 o'clock ആകുമ്പോഴാണ് ഉണ്ണീഷന് വെക്കുക. പിന്നെ കോളേജിൻ്റെ ഫംഗ്ഷനും ഇതെല്ലാം ഉണ്ടായത് കൊണ്ടാകാം അവർ നേരത്തെ വെച്ചത്. അതവരുടെ ഇഷ്ടം. പിന്നെ ഇവിടെ ഒരു നോട്ടീസ് ബോർഡ് ഉണ്ട് കേട്ടോ. ആ ബോർഡിൽ ഒരു ചെക്കനെ സസ്പെൻഡ് ചെയ്തത് കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോഴത്തേക്കും വേറൊരു വൈബില്ലേ, അതായത് കോളേജ് ലൈഫിൻ്റെ ഒരു വൈബ്. വാവ്, അതൊരു വേറൊരു നൊസ്റ്റാൾജി തന്നെയാണ് കേട്ടോ. ഈ കോളേജ് ഒരു രക്ഷയില്ല കേട്ടോ. എന്നോ വലിയ ക്യാമ്പസും, എന്തുമാത്രം പിള്ളേരാണെന്നറിയോ. നിങ്ങൾ ക്രിസ്തു ജയന്തിയിൽ പഠിച്ച, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ, നിങ്ങളുടെ സിസ്റ്റേഴ്സ് ആരെങ്കിലും സിസ്റ്റർ ഓർ ബ്രദർ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, എന്നെക്കാളും നന്നായിട്ട്. നല്ലൊരു ക്യാമ്പസ് തന്നെയാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ പാർക്കിലാണ്. അവിടെ നിന്ന് ഇറങ്ങാൻ എന്റെ ഫുള്ള് സമയമായിരിക്കും. ഓക്കെ, ഞങ്ങളിപ്പോൾ എന്ത് പാർക്കുള്ളത്, ഇത് കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. ഒരു നൈറ്റ് ടൈം 6 സംവെയർ ദർ. അപ്പം ഇത് ഈ ഒരു പാർക്ക് ഒരു ഫോറസ്റ്റ് പോലെ, ഫോറസ്റ്റിൻ്റെ മിഡിലിൽ പോലെയുള്ള ഒരു ഫുട്പാത്ത് അവിടെ ഉള്ളത്. പിന്നെ ഇങ്ങോട്ടേക്ക് കുറച്ചുകൂടി നടക്കുമ്പോഴായിരിക്കും ശരിക്കുള്ള പാർക്കുള്ള തിങ്സ് എല്ലാം ഉണ്ടാവും, ലൈക്ക് സ്ലൈഡ്സ്, സീസോസ്, മങ്കി ബാൾസ് ആൻഡ് എക്സെട്ര. പിന്നെ അപ്പുറത്തെ
അങ്ങനത്തെ സൈഡിൽ എന്താ പാരൻസിനായിട്ട് അല്ലെങ്കിൽ ബിഗ് പീപ്പിളിനായിട്ട് കിഡ്സിനെ വാച്ച് ചെയ്യാം, അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു എക്സസൈസ് ചെയ്യേണ്ട ഇതുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടും ചെയ്യാം. ഞാനും തന്നെ എന്ത് പറ്റേ ഇവിടെ ഇങ്ങനെ വിളിച്ചു. അവർ ബിഗ് ലോങ് സ്ലൈഡ് ഉണ്ട്, അത് സൂപ്പർ ഫാസ്റ്റായിട്ട് പോകും. ബട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ റെഡ് കളർ വണ്. ഇതാ ഞാൻ പറഞ്ഞത് എക്സസൈസിങ്. അപ്പയും മമ്മിയും ഇവിടെ സെറ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങളെ ഹോൾ ടൈം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പാർക്കിൻ്റെ പേര് BMV പാർക്കാട്ടോ. ഓ ഓക്കെ. എനിക്ക് അന്നേക്ക് ഇഷ്ടപ്പെട്ടത് ഒരു റെഡ് കളർ സ്ലൈഡാണ്. അത് സ്ക്വയർലി പോകുന്നത്. അത് എഡ്ജിലുണ്ട്. പിന്നെ ഈ ഒരു റെയിൻബോ കളർ സ്ലൈഡ് കണ്ടോ, അത് അതിലൊരു കുറേ പൈപ്പ്സ് പോലത്തുള്ള കളർഡ് പൈപ്പ്സ് വെക്കുക. എന്നിട്ട് നമ്മൾ അതിൽ സെറ്റ് ചെയ്യുമ്പോൾ കുറേ സൗണ്ട് ഉണ്ടാക്കും. പിന്നെ ഈ ഗ്രീൻ കളർ ഉണ്ട്, അതിൽ പോയിട്ടില്ല. ഇതിലും പോയിട്ടില്ല, അതിലും പോയിട്ടില്ല. ഇതാ ബിഗ് സ്ലൈഡ്. ഇത് പിന്നെ ഞങ്ങൾ ഇവരെ വാച്ച് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സൊറോ പറഞ്ഞ് വെച്ചിട്ട് സൊറോ പറഞ്ഞെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.